റാപ്പർ ബേഡനെതിരായ സംഘപരിവാറിന്റെ വേട്ടയാടൽ തുടരുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയതായി ബേഡനെതിരെ NIAക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും പരാതി നൽകിയിരിക്കുകയാണ് കേരളത്തിൽ നിന്നുള്ള ഒരു BJP നഗരസഭാ കൗൺസിലർ. പാലക്കാട് നഗരസഭാ കൗൺസിലറായ മിനി കൃഷ്ണകുമാറാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി NIAക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും ബേഡൻ 2020 പുറത്തിറക്കിയ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന ഗാനത്തിലെ വരികൾക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ആ വരികൾ ഇപ്പോഴാണ് തന്റെ ശ്രദ്ധയിൽപ്പെടുന്നതെന്നും ആ വരികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപകീർത്തിപ്പെടുത്തുന്നതാണ് എന്നുമാണ് ഈ BJP കൗൺസിലറിന്റെ അവകാശവാദം. BJP കൗൺസിലർ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. BJP കൗൺസിലർ അവകാശപ്പെടുന്നത് ബേഡൻ ഈ വരികളിലൂടെ പ്രധാനമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുകയാണ്. അതായത് ബേഡന്റെ ഏറെ പ്രശസ്തമായ, ഒരുപക്ഷെ മലയാളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ട റാപ്പ് ഗാനമായ വോയിസ് ഓഫ് വോയിസ്ലെസ്സിൽ ഒരു സ്വേച്ഛാധിപതിയെ പറ്റി പരാമർശിക്കുന്നുണ്ട്. നാട്ടിലെ മനുഷ്യരുടെ നികുതി കൊണ്ട് ഉലകം ചുറ്റുന്ന ഒരു സ്വേച്ഛാധിപതിയെ പറ്റി. ആ സ്വേച്ഛാധിപതി പ്രധാനമന്ത്രിയാണ് എന്ന് അവകാശപ്പെട്ടാണ് ഇപ്പോൾ ഈ BJP കൗൺസിലർ രംഗത്ത് വന്നിരിക്കുന്നത്, പരാതി നൽകിയിരിക്കുന്നത്. ഇവർ പറയുന്നത് ബേഡൻ ഇല്ലാത്ത ജാതി അടിമത്തത്തെ പറ്റി സംസാരിച്ച് നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണ്, വെറുപ്പ് പടർത്തുകയാണ് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. വളരെ വിശദമായ ഈ പരാതി ഇംഗ്ലീഷിൽ തയ്യാറാക്കി 2 കേന്ദ്രങ്ങൾക്കും, അതായത് NIAക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും ഇവർ ഇമെയിൽ വഴി അയച്ചു കഴിഞ്ഞു. എന്തായാലും ഇനി NIA ബേഡന്റെ ഈ ഗാനത്തിനെതിരെ അന്വേഷണവുമായി രംഗത്ത് വരുമോ എന്നും നമുക്കറിയില്ല. പക്ഷേ സംഘപരിവാർ കേന്ദ്രങ്ങൾ ബേഡന്റെ ജനപ്രീതിയിൽ അസ്വസ്ഥരാണ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ബേഡനെതിരെ രംഗത്ത് വരുന്ന ഓരോ സംഘപരിവാർ നേതാവിന്റെയും വാക്കുകൾ വ്യക്തമാക്കിയത്. ആദ്യം രംഗത്ത് വന്നത് കേസരിയുടെ മുഖ്യപത്രാധിപരായിട്ടുള്ള NR മധുവായിരുന്നു. മധുവിനെതിരെ ഒടുവിൽ കൊല്ലത്ത് ഒരു പോലീസ് കേസ് തന്നെ ഈ സംഭാഷണത്തിന്റെ ഭാഗമായി രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. അതിനുശേഷം KP ശശികല എന്ന ഹിന്ദു ഐക്യവേദിയുടെ കുപ്രസിദ്ധയായ നേതാവ് അവരുടെ വിഷംതൃപ്തമായ വാക്കുകളുമായി ബേഡനെതിരെ രംഗത്ത് വരികയുണ്ടായി. അവർ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് ഇതാണോ, അല്ലെങ്കിൽ റാപ്പ് സംഗീതമാണോ പട്ടികജാതി വിഭാഗക്കാരുടെ തനത് കലാരൂപം എന്നാണ്. പട്ടികജാതി വിഭാഗക്കാരെന്നല്ല, നാട്ടിലെ ഏതു മനുഷ്യരും എന്ത് ചെയ്യണം, എന്ത് പാടണം, എന്ത് എഴുതണം എന്ന് തീരുമാനിക്കേണ്ടത് ഞങ്ങളാണ് എന്നൊരു ബോധ്യത്തിൽ നിന്നുകൊണ്ടാകണം ഒരുപക്ഷെ സംഘപരിവാർ ഇത്തരം തിട്ടൂരങ്ങൾ പുറത്തിറക്കുന്നത്. പക്ഷെ ആ തിട്ടൂരങ്ങൾക്കൊന്നും ബേഡനെ തൊടാനാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ബേഡന്റെ ഓരോ ഷോകളിലും നിറയുന്ന ഈ ജനക്കൂട്ടം, പ്രത്യേകിച്ച് യുവാക്കളായിട്ടുള്ള 25 വയസ്സിനും താഴെ പ്രായമുള്ള നാടിന്റെ നാളത്തെ പ്രതീക്ഷയായ ഒരു തലമുറ, അവർ യഥാർത്ഥത്തിൽ ബേഡനെ മാത്രമല്ല, ബേഡന്റെ വരികളെ മാത്രമല്ല, അതിലെ രാഷ്ട്രീയത്തെ കൂടി ഏറ്റെടുക്കുന്നുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്ന് തന്നെയാണ് സംഘപരിവാർ കേന്ദ്രങ്ങൾ ഇങ്ങനെ വിരളി പൂണ്ട് രംഗത്ത് വരുന്നത്. ബേഡന്റെ എല്ലാ ഗാനങ്ങളും, ഏറ്റവും അവസാനം പുറത്തിറങ്ങിയ മോണോലോവ എന്ന പ്രണയഗാനം പോലും വിപ്ലവത്തെ സൂചിപ്പിക്കുന്ന വരികളാൽ സമ്പന്നമാണ്. ബേഡന്റെ ആദ്യ ഗാനം, ഒരുപക്ഷെ ആദ്യമായി ബേഡനെ പ്രശസ്തിയിലേക്ക് എടുത്തുയർത്തിയ ഗാനം വോയിസ് ഓഫ് വോയിസ്ലെസ് തന്നെയായിരുന്നു. ആ ഗാനം അറിയാത്ത, പാടാത്ത, ഏറ്റുചൊല്ലാത്ത ഒരു മലയാളി ഉണ്ടാകുമോ, പ്രത്യേകിച്ച് യുവതലമുറയിൽ എന്നത് സംശയമാണ്. ബേഡൻ ആ ഗാനത്തിലൂടെ വളർന്ന വളർച്ച പിന്നീട് കുതന്ത്രമടക്കമുള്ള 2024 പുറത്തിറങ്ങിയ അദ്ദേഹത്തിന്റെ സിനിമാ ഗാനങ്ങൾ കൂടിയായപ്പോൾ അദ്ദേഹത്തിന്റെ പ്രശസ്തി ഒരുപക്ഷെ ഇന്ന് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റുപോകാൻ കഴിവുള്ള ഒരു സംഗീതജ്ഞൻ എന്ന നിലയിലേക്ക് ഉയർന്നിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അത് സംഘപരിവാർ കേന്ദ്രങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം ബേഡൻ തന്റെ വരികളിലൂടെ കടത്തുന്ന രാഷ്ട്രീയം, പറയുന്ന രാഷ്ട്രീയം, അത് സംഘപരിവാറിനെ ഭയപ്പെടുത്തുന്നതാണ്, ഹിന്ദുത്വ കേന്ദ്രങ്ങളെ ഭയപ്പെടുത്തുന്നതാണ്. അതുകൊണ്ടാണ് ഇത്തരം NIAക്കെതിരെയുള്ള പരാതികൾ പോലെയുള്ള ഗിമ്മിക്കുകൾ കാണിച്ച് BJP നേതാക്കൾ രംഗത്ത് വരുന്നത്. എന്തായാലും BJP നേതാക്കളുടെ ഈ ഭയം ബേഡന് കൂടുതൽ ഊർജമാകാൻ മാത്രമേ സാധ്യതയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. you